ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. ഇന്ന് മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആണ്. ഇന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സ്മാർട്ട് സിറ്റി ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടും എന്തിനാണ് ഇങ്ങനെ ഒരു ഓറൽ ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഓറൽ ഹെൽത്ത് ഡേയുടെ പ്രാധാന്യം എന്നതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഓറൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് വായുടെ ആരോഗ്യം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിന്റെ കണ്ണാടിയാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റി അഥവാ വായ എന്ന് പറയുന്നത്. മൗത്ത് ഈസ് എ മിറർ ഓഫ് യുവർ ഹെൽത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ലോക പ്രശസ്ത ഫിസിഷ്യനായ സർ വില്യം ഓസ്ലറുടെ വാക്കുകളാണ്. ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ വായുടെ ആരോഗ്യത്തെ പറ്റിയുള്ള അവബോധം ഉണ്ടാക്കാനും അതുപോലെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിന്റെ കണ്ണാടിയാണ് നമ്മുടെ വായ എന്ന് പറയാനുള്ള കാരണം എന്നറിയുമോ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും വായിൽ പ്രകടമാകുന്ന മാറ്റങ്ങളുണ്ട്, അതായത് ഓറൽ മാനിഫെസ്റ്റേഷനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആണെങ്കിൽ, അതുപോലെ ഈവൻ HIV, AIDS പോലുള്ള അസുഖങ്ങൾക്ക് പോലും വായിൽ ഓറൽ മാനിഫെസ്റ്റേഷനുകളുണ്ട്. അതുപോലെ തന്നെ വായിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെയും ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് വായിലുള്ള മോണരോഗങ്ങൾ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടാക്കാനും അതുപോലെ ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാനും സ്ട്രോക്ക് ഉണ്ടാക്കാനും ഒക്കെ കാരണമാകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ച ഫാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓറൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഏതൊരു അസുഖം വരുന്നതിനെക്കാട്ടി നല്ലത് അത് വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏർലി ഡയഗ്നോസിസ്, അതായത് എത്രയും പെട്ടെന്ന് രോഗം നിർണയം നടത്തുന്നത് രോഗം ചികിത്സ പെട്ടെന്ന് നേടാനും അതുപോലെ തന്നെ ഈ രോഗം മൂർജിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാനും നിങ്ങളെ സഹായിക്കും. പല പേഷ്യൻസിലും നമ്മൾ സിവിയർ ആയിട്ട് മോണരോഗം കാണുമ്പോൾ ഡയബറ്റിസ് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. ഡയബറ്റിസ് ചെക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഡയബറ്റിക് ആയിട്ട് കാണാറുണ്ട്. ഇതിന് പ്രധാന കാരണം മോണരോഗവും അതുപോലെ തന്നെ ഡയബറ്റിസും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് അസുഖങ്ങളാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് മോണരോഗങ്ങൾ വരാനും മോണരോഗങ്ങളുള്ള ഒരാൾക്ക് ഡയബറ്റിസ് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഓറൽ ഹെൽത്ത് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വായിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് പല പഠനങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് മോണരോഗങ്ങൾ വരാനും മോണരോഗങ്ങൾ ഉള്ള ഒരാൾക്ക് ഡയബറ്റിസ് വരാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, വായനാറ്റം ആയിക്കോട്ടെ, ഡെന്റൽ ക്യാവിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വായിലുള്ള പൂപ്പൽ ബാധ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വായിലുള്ള അൾസറുകൾ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. മൗത്ത് അൾസറുകളൊക്കെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ മോണരോഗങ്ങളാണെങ്കിലും വൈറ്റമിൻ സിയുടെ കുറവ് കാരണം, അങ്ങനെ പല ഫാക്ടറുകളുടെ കുറവ് കാരണവും വായിൽ ചേഞ്ചസുകൾ വരാറുണ്ട്. വിളർച്ചയുള്ളവരിൽ വായിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്കും രോഗാവസ്ഥയ്ക്കുമൊക്കെ വായിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വായുടെ ആരോഗ്യം ബെറ്റർ ആക്കിയാൽ തന്നെ നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിന്റെ ആരോഗ്യവും ബെറ്റർ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വായുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് പല്ലുകൾ മാത്രമല്ല, നമ്മുടെ മോണ, നാക്ക്, അതുപോലെ തന്നെ മേളനാക്ക്, കവിളുകളുടെ ഉൾവശം, നാക്കിന്റെ അടിഭാഗം, അതുപോലെ തന്നെ ഓറോഫാരിങ്സ് എന്ന് വിളിക്കുന്ന ഈ ഭാഗം, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഓറൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ. ഇതുകൂടാതെ വായുടെ ആരോഗ്യം നമ്മുടെ കോൺഫിഡൻസിനെയും, അതായത് വായ്നാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് തുറന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖ സൗന്ദര്യത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മുടെ വായുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പല്ലിപ്പം മിസ്സിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണെങ്കിൽ, നിരതെറ്റിയിരിക്കുകയാണ്, ആർച്ചിന് അതായത് പല്ലുകൾ ഇരിക്കുന്ന ജോയ്ക്ക് വലിപ്പക്കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഉച്ചരിക്കുമ്പോൾ ശബ്ദം ശരിയാവാതെയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ബക്കൽ ഡൈജഷൻ, അതായത് വായിൽ നടക്കുന്ന ദഹനത്തിനും അതുപോലെ വയറ്റിൽ നടക്കുന്ന ദഹനത്തിനുമൊക്കെ നമ്മുടെ വായുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷണം വായിൽ ചവച്ചരയ്ക്കുമ്പോൾ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ഇത് വായിലുള്ള ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വായുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്പർ 1, 2 നേരം ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വായിൽ പോട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. 2 നേരം ബ്രഷ് ചെയ്യുന്നത് പോട് വരുന്നത് മാത്രമല്ല, മോണരോഗങ്ങൾ വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും.
അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ 2 മിനിറ്റ് നേരം ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവൻ വായും 2 മിനിറ്റ് സമയം വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനകത്ത് ഓൾറെഡി ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് ആർച്ചിൽ 1 മിനിറ്റ്, മേളത്തെ പല്ല് വൃത്തിയാക്കാൻ വേണ്ടി 1 മിനിറ്റ്, താഴത്തെ നിര വൃത്തിയാക്കാൻ വേണ്ടി 1 മിനിറ്റ്, അങ്ങനെ 2 മിനിറ്റ് യൂസ് ചെയ്തിട്ട് മുഴുവൻ പല്ലുകളും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസ്റ്റൽസ് മാത്രം യൂസ് ചെയ്യുക, ഹാർഡ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ കാണുന്നത് നമ്മുടെ നാക്കിലാണ്. അപ്പോൾ റെഗുലർ ആയിട്ട് നാക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷിന്റെ ബാക്കിലുള്ള ഇതുപോലുള്ള സെറേഷൻസ് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബ്രഷ് വെച്ച് തന്നെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നാക്ക് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പൂപ്പൽ ബാധിക്കും ഒക്കെ കാരണമാകും. പലപ്പോഴും വായ്നാറ്റത്തിന്റെ കാരണം നാക്ക് ക്ലീൻ ചെയ്യാത്തതാണ്. അപ്പോൾ വായ്നാറ്റം ഉള്ളത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നാക്ക് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്രഷ് ചേഞ്ച് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വൈറൽ ഫീവറോ അല്ലെങ്കിൽ കോൾഡോ എന്തെങ്കിലും ജലദോഷമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അസുഖം മാറിക്കഴിയുമ്പോൾ തന്നെ ഈ ബ്രഷ് കളഞ്ഞിട്ട് പുതിയ ബ്രഷ് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ വായിൽ ഈ ബാക്ടീരിയയുടെയും വൈറസിന്റെയും ഒക്കെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രഷ് 3 മാസം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് പനിയോ അസുഖങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രഷ് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്പർ 2, ഫ്ലോസിങ് ചെയ്യുക. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന്റെ കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ക്ലീൻ ആവുന്നുള്ളൂ. പക്ഷെ പല്ലിന്റെ ഇടഭാഗങ്ങൾ, അതായത് ഇന്റർ ഡെന്റൽ ഏരിയകൾ ക്ലീൻ ആവണമെങ്കിൽ ഡെന്റൽ ഫ്ലോസിങ് തന്നെ ചെയ്യണം. ഇത് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന നൂലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഡെന്റൽ ഫ്ലോസ് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും. ഇത് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള നൂലുകളാണ്. ഇത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടവശങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിനിടയിൽ പ്ലാക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ ഡെന്റൽ ക്യാവിറ്റി വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും. ഇത് സ്ട്രിംഗ് ടൈപ്പും അതുപോലെ തന്നെ വാട്ടർ ഫ്ലോസറും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. വാട്ടർ ഫ്ലോസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ സ്ട്രിംഗ് ഫ്ലോസർ പറയുമ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. നമ്പർ 3, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരുപാട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ബിസ്ക്കറ്റ്, കൊക്കക്കോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അവോയ്ഡ് ചെയ്യുക. കൊക്കക്കോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ തീർത്തും അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനും വായുടെ ആരോഗ്യത്തിനും നല്ലത്. കാരണം 100 ml കൊക്കക്കോളയിൽ തന്നെ ഏകദേശം 8 ടീസ്പൂൺ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തിനെ വളരെയധികം നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൊക്കക്കോള, പെപ്സി ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഇനാമൽ ഇറോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇനാമൽ ദ്രവിച്ചു പോകാനും ഇനാമെല്ലാം വെയർ ഓഫ് ആയി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൊബാക്കോ. ടൊബാക്കോയുടെ പ്രൊഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. സ്മോക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഹൻസ്, പാൻപരാഗ്, കൂൾ ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പ്രൊഡക്ട്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓറൽ ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ പല്ലിന് ഒരു മഞ്ഞ നിറം കൊടുക്കാനും പല്ലിന്റെ ആരോഗ്യത്തിനെ അഫക്ട് ചെയ്യാനും ഒക്കെ കാരണമാകും. മാത്രമല്ല മോണരോഗങ്ങൾക്കും ഇത് വഴിതെരിക്കും. നമ്പർ 4, കൺസൾട്ട് യുവർ ഡെന്റിസ്റ്റ് എവറി 6 months. എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദന്തരോഗങ്ങളുണ്ടോ, വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെക്കപ്പ് നടത്തുക. പല ആൾക്കാരും പല്ലിൽ വേദന വരുമ്പോഴാണ് ഡെന്റിസ്റ്റ് അടുത്ത് പോകുന്നത്. ഇത് തെറ്റായ പ്രവണതയാണ്. നിങ്ങളുടെ പല്ലിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കണമെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ഓറൽ ഹൈജീൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡോക്ടറിന്റെ ഗൈഡൻസോട് കൂടി ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണോ എടുക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏത് രോഗവും നേരത്തെ കണ്ടുപിടിക്കുന്നത് നേരത്തെ തന്നെ ചികിത്സ നേടാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് രോഗം വഷളാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. 6 മാസത്തിലൊരിക്കൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാവിറ്റി വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഒരു ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ 6, വാ നന്നായിട്ട് കഴുകുക. ഈച്ച് ടൈം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വാ നന്നായിട്ട് കുലുക്കി വായിൽ അഴുക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 7, ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് വായനാറ്റം പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ വായിൽ പോടുണ്ടാകുന്നതും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. വേൾഡ് ഓറൽ ഹെൽത്ത് ഡേയിൽ കിട്ടിയ ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.